അസ്സലാമു അലൈക്കും. എൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഈ വീഡിയോ സേവായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേണോ വേണ്ടയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇത്രയും ദിവസം. ഞാനിങ്ങ് വിചാരിച്ചു അപ്ലോഡ് അങ്ങ് ചെയ്തേക്കാം. ഇന്നത്തെ റെസിപ്പി ഇച്ചിരി ലെങ്തി റെസിപ്പിയാണ്. അതുകൊണ്ട് ഒരു വീഡിയോയിൽ പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളാണ്. ഐഷു, ആദം, അയാൻ, ഹൈസ, എല്ലാവരും എൻ്റെ മക്കളാണ്. അപ്പോൾ ചിക്കൻ മന്തി, സാധാ ചിക്കൻ മന്തി അല്ല കേട്ടോ, പെരി പെരി ചിക്കൻ മന്തിയാണ്, സാധാ മന്തിയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷായിട്ട് ചിക്കൻ എടുക്കണം. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ അതിനകത്തുള്ള വെള്ളമെല്ലാം കംപ്ലീറ്റ്ലി മാറ്റി നമുക്കതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് വെളുത്തുള്ളി, ബേ ലീഫ്, സവോള, നമ്മുടെ നാരങ്ങയുടെ സ്കിന്നില്ലേ അത്, പിന്നെ നാരങ്ങാ നീര്, പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒരിച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ മല്ലിയിലയില്ലേ അത്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ പുതിനയില. ഇതെല്ലാം കൂടി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടും. അപ്പം ഒട്ടും വെള്ളമില്ല, ഇതിലും ചിക്കനിൽ വെള്ളമില്ല. ഇതിന് നല്ല രീതിയിൽ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഓവർനൈറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓവർനൈറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 hours എങ്കിലും കുറഞ്ഞത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിന് നമുക്ക് അല്ലെങ്കിൽ മസാലയൊന്നും അതിനകത്ത് ഉള്ളിലോട്ട് പിടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് വീണ്ടും ഉപയോഗിക്കുന്നത്. ഫുൾ സൺഫ്ലവർ ഓയിലിൻ്റെ കളിയാണ്. ഇതിന് നമുക്ക് വലിയ പീസസ് ആണല്ലോ, അപ്പം ഇത് നമുക്ക് സ്ലോ കുക്ക് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ അകത്തൊന്നും നല്ല രീതിക്ക് കുക്കാവില്ല സ്ലോ കുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഒരു കരിഞ്ഞ രീതിക്ക് നമുക്ക് കിട്ടും. തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞതല്ല അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ രീതിക്ക് നമ്മൾ ചിക്കൻ പീസസ് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് മന്തി മസാല ഉണ്ടാക്കാം. മസാലയ്ക്കായിട്ട് ഒരു പാൻ എടുത്തിട്ട് മുഴുവൻ മല്ലിയും കുരുമുളകും പെരിഞ്ചീരകവും കുഞ്ഞു ജീരകവും പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇച്ചിരി ഓർഗാനൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ മന്തി മസാലയായി. നമുക്കിനി ചോറാക്കാനായിട്ട് വലിയൊരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിലിൽ സവോളയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് നമുക്ക് പച്ചമുളകും ക്യാപ്സിക്കം ഉണ്ടെങ്കിലും മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, 3 കളറും ഉണ്ടായിരുന്നു. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക വീണ്ടും. പിന്നീട് നമുക്ക് വേണ്ടത് കുരുമുളക്, ഒരു നാരങ്ങ, ഉണക്ക നാരങ്ങ, ബേ ലീഫ്. പിന്നെ ഇത് നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മന്തി മസാലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് എത്രയാണോ ആ അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പും മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കണേ. നമുക്ക് അടച്ച് വെച്ച് തുറന്ന് കഴിയുമ്പോൾ നല്ല രീതിക്കുള്ള മണവും ചോറൊക്കെ നല്ല പാകപ്പെട്ടിട്ടുണ്ടാവും. ഈ പാകപ്പെട്ട ചോറിലോട്ട് നമ്മുടെ മന്തി ചിക്കൻ പീസസ് വെച്ചിട്ട് കനൽ വയ്ക്കുക. ബൗളിൽ കനൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് മന്തി സോസ് ആക്കാം. തക്കാളി, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഉപ്പ് ഇതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. കനലങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിന്ന് സെർവ് ചെയ്യാം. മയോണൈസ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉഷാറാവും. മയോണൈസും മന്തി സോസും ഒക്കെ വെച്ച് കഴിക്കാൻ ഈ മന്തി നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. മനസ്സ് നിറയെ സന്തോഷമാവും.